ഈ അടുത്ത വർഷം നിങ്ങൾ ഇതേ ടീം തന്നെയാണ്? സെയിം ടീം തന്നെയായിരിക്കും. ടീമിന്റെ പിന്തുണ കൊച്ചിൻ കില്ലേഴ്സിന്റെ മക. താങ്ക് യു. വേറൊന്നുമല്ല, അല്ല നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ ജയിച്ചതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഫൈനൽ ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ടൈഗേഴ്സ് ആൻഡ് ആലപ്പി ക്രിക്കറ്റാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് കാണാം ആരാണ് എന്താ പറയുക ഫൈനലിൽ എത്തുന്നത്, കപ്പ് നേടുന്നതെന്ന് നമുക്ക് കാണാം. ഇവരുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അസീസ് ഇവിടെ നിൽക്കുന്നു, സെന്തിൽ നിൽക്കുന്നു, ഇവനൊക്കെ അടുത്ത പ്രാവശ്യം കളിക്കും, അതടിക്കും. ഞാൻ പറയാം. അപ്പൊ നീ പറഞ്ഞു. അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ കളിയുടെ. അതിൽ ഷാജുൻ ചേട്ടൻ പറഞ്ഞു, എടാ മക്കളെ ഞാൻ അങ്ങനെ വലിയ കളിക്കാരനൊന്നുമല്ല, പക്ഷെ ഇവിടെ ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസിന് വന്നു, ഷാജുൻ ചേട്ടൻ വന്നു, ഞങ്ങളൊക്കെ വീണ് പൊട്ടിപ്പരിക, പുള്ളി ഒരു പരിക്കൂലാതെ നിന്ന് നിവർത്തി നല്ല അടി അടിച്ചിട്ട് പോയാളാ. ഇന്ന് കളിച്ചിട്ടേ ഇല്ല, പക്ഷെ ഇന്ന് എല്ലാ വിജയമന്ത്രവും കൃത്യമായി എതിർ ടീമിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഓരോ പോയിന്റ്സ് ഓരോ ടൈമില് കൃത്യമായിട്ട് ടീമിന്റെ ക്യാപ്റ്റൻ. ഞാൻ പറഞ്ഞു കൊടുത്തേട്ടാ. താങ്ക് യു സോ മച്ച്. ഇവരുടെ ഒരു ആവേശമുണ്ട് ഈ ടീം മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും. ഞങ്ങളുടെ മാനേജറാണ് മിസ്റ്റർ വർമ്മജി. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ പുലിക്കുട്ടികളെ രണ്ടുപേര് മാത്രം മതി നമുക്കെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ബാക്കി 6 പേര് വേണ്ട. ജയശില്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ബാക്കി എല്ലാവരും. ടീമിന്റെ വിജയം, ടീമിന്റെ പിന്തുണ. കൊച്ചിൻ കില്ലേഴ്സിന്റെ മക. താങ്ക് യു. എന്തായാലും സന്തോഷം. അതുപോലെ അലക്ഷേട്ടൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് കളിക്കണത്. നേരിട്ട് ഈ ടർഫിലേക്ക് വന്നേ 2 വർഷത്തോളമായി കളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൈകി പ്രോഗ്രാം കഴിഞ്ഞ് പങ്കെടുത്താണ്. അപ്പോൾ ദൈവാധീനം എല്ലാവരുടെയും സപ്പോർട്ട്, ഇത്രയും സീനിയേഴ്സായ ആളുകളോടൊപ്പം കളിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. മാക്സിമം ഈ അടുത്ത വർഷം നിങ്ങൾ ഇതേ ടീം തന്നെയാണ്? സെയിം ടീം തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി ഈ പ്രദീപ് പൂലാനി ആണെങ്കിലും ലാൽബാബു ആണെങ്കിലും ഇവർ വളരെ കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും ഒക്കെ മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പൂലാനി ആണെങ്കിൽ നന്നായി ഫുട്ബോളും കളിക്കും. ഞാൻ അവൻ്റെ കളികളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും അതുപോലെ തന്നെ കലയിലും ഒരുമിച്ച് ഒരുപോലെ നിൽക്കുന്ന ഒരു വലിയ കലാകാരനാണ് പൂലാനി. താങ്ക് യു പൂലാനി. ഞങ്ങളുടെ ഒരു ടീമിനെ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ടൈഗർ ടീം ഇന്നലെ ഒരു 2 ദിവസത്തിനുള്ളിലാണ് ശരിക്കും ഞങ്ങൾ ടീം വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിരിക്കണം. ഞാൻ ഒരു PT സാറാണ് സ്കൂളിലെ. സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി ഇരിക്കണം. നമ്മൾ തോൽക്ക് ജയമല്ല നമ്മുടെ ഇത്. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് കളിക്കാമോ ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിജയത്തിന്റെ. ഒരു PT സാറിന്റെ ലുക്ക് കണ്ടില്ലേ? തൊപ്പി വയ്ക്കും സ്കൂളിൽ മൂത്രം ഒഴിക്കണത്. ഇപ്പൊ ഞങ്ങൾ മൂത്രം ഒഴിച്ചില്ല. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം വർഷങ്ങളായി ഈ ബോളൊന്നും കൈകൊണ്ടിട്ട്. പക്ഷെ അത് ഇത്രയും പേര് ഒന്നിച്ച് നിന്നപ്പം സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പ്രാക്ടീസ് ഭയങ്കര ഗുണം ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ബോൾ മര്യാദ പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വന്നതാണ് എല്ലാവരും. പക്ഷെ അടിപൊളി, എല്ലാവരും നന്നായിട്ട് കളിച്ചു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. വേറൊന്നുമല്ല, അല്ല നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ ജയിച്ചതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒന്നിച്ചുണ്ടായിരിക്കും. പഠിച്ചു പൊളിക്കാം. വളരെ വളരെ
പ്രയത്നിച്ച് തോറ്റിരിക്കുകയാണ് ഗായ്സ്. ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കട്ടെ. ഷാജോൺ ചേട്ടനൊക്കെ പാവം ഒരു ജയിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇനി സമയമുണ്ടല്ലോ ഒരുപാട്. ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ടാട്ടോ. താങ്ക് യു. സന്തോഷമുണ്ട്. അതെ, ഞങ്ങളിതിൽ ജയം തോൽവി എന്നതല്ല, ജയം തോൽവി എന്നതിലുപരി ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടായ്മ, അതാണ് ഇതിൻ്റെ ഒരു രസം. അതാണ് ഇതിന്റെ ഒരു ഇവർക്ക് കപ്പ് കിട്ടിയാൽ അത് ഞങ്ങൾക്ക് കിട്ടിയതുപോലെയാണ്. പോലെയാണ്.